നമസ്കാരം. ഇക്കഴിഞ്ഞ ജൂലൈ 1 നാഷണൽ ഡോക്ടേഴ്സ് ഡേയുടെ ഭാഗമായി 24 ന്യൂസ് ചാനലിൽ അതിഥിയായി വന്നത് പ്രശസ്തനായിട്ടുള്ള ഓങ്കോളജിസ്റ്റ് ഡോക്ടർ വി.പി. ഗംഗാധരൻ ആയിരുന്നു. നമ്മുടെ ആരോഗ്യ മേഖലയിലെ 2000-3500 കോടി വരുന്ന കോർപ്പറേറ്റ് നിക്ഷേപത്തെ വലിയ ആശങ്കയോടെയാണ് അദ്ദേഹം കാണുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് ചികിത്സ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പോവുകയാണെന്ന ഭയം മുൻപ് മുതിർന്ന ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ കമാപ്പ ട്രൂ കോപ്പി തിങ്ക് എന്ന ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ചിരുന്നു. ഡോക്ടർ കമാപ്പ ഭയമാണ് പങ്കുവച്ചിരുന്നതെങ്കിൽ ഇവിടെ ഒരു പടി കൂടി കടന്ന് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും താൻ അതിനെ എതിർക്കുമെന്നാണ് ഡോക്ടർ വി.പി. ഗംഗാധരൻ പറഞ്ഞത്. ഇതിൻ്റെ വരുംവരായ്കകളെക്കുറിച്ചിട്ടുള്ള ബോധ്യത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. അവരെ എതിർത്താൽ പുറത്തു പോകേണ്ടി വന്നേക്കും, സംശയമില്ല. എന്നാലും അതിൽ സങ്കടമില്ല. വി ഹാവ് ടു ഫൈറ്റ് ബാക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 72 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ ആരോഗ്യമേഖലയിലെ സേവനങ്ങളെ പൂർണ്ണമായും കച്ചവടവത്കരിക്കുന്ന, കുത്തകവത്കരിക്കുന്ന പ്രവണതകൾക്കെതിരായി പോരാടാനുള്ള ആ ധൈര്യം, അത് ഇന്നത്തെ കാലത്തെ എത്ര യുവ ഡോക്ടർമാർക്ക് ഏറ്റെടുക്കാനാകുമെന്നതിൽ എനിക്ക് സംശയമുണ്ട്. IMA പോലുള്ള സംഘടനകൾ അമേരിക്കൻ വിദേശ നിക്ഷേപത്തിനെതിരെ ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കും. ആ സംഘടനയിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കി 2 തട്ടിലാക്കാൻ കെൽപ്പുള്ള പ്രൈസ് ടാഗ് തൂക്കി നടക്കുന്ന ആളുകളെ തപ്പിപ്പിടിക്കാൻ ഈ KKRനും ബ്ലാക്ക് റോക്കിനുമൊന്നും വലിയ ടൈം വേണ്ടി വരില്ല. ഇന്ന് നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ നോക്കൂ. അവയവദാനവും വ്യാജരേഖ ചമച്ചുള്ള അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് പോലീസ് ED അന്വേഷണങ്ങളാണ് അതിലെല്ലാം. ഡോക്ടർ വി.പി. ഗംഗാധരൻ വർക്ക് ചെയ്തു വരുന്ന കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രിയെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ അന്വേഷണം എല്ലാം. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് രോഗികളെ എത്തിക്കാൻ മെഡിക്കൽ ടൂറിസം കമ്പനിയുമായി ഉണ്ടാക്കിയ കരാർ പുറത്തു വരുന്നു. ഹോസ്പിറ്റലിലുണ്ടായ മസ്തിഷ്ക മരണങ്ങളിൽ ചിലതിൽ ബന്ധുക്കൾ സംശയമുന്നയിച്ച് മുന്നോട്ട് വരുന്നു. 2003 പ്രവർത്തനം തുടങ്ങിയ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൻ്റെ ഭൂരിഭാഗ ഓഹരികളും 2016 ഡോക്ടർ ഷംസീർ വയലിൻ്റെ UAE ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു വരുന്ന VPS ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നത്. ഇന്നീ നടക്കുന്ന ചർച്ചകൾ ഒരു ഭയം വിതയ്ക്കുന്നുണ്ട് അവയവദാനത്തെ സംബന്ധിച്ച്. പക്ഷേ സ്വന്തം ആരോഗ്യത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന മലയാളിയുടെ എത്ര പൈസ മുടക്കി മരുന്ന് വാങ്ങിക്കാനും ടെസ്റ്റ് നടത്താനും സർജറി നടത്താനുമുള്ള സന്നദ്ധതയെ ചോദ്യം ചെയ്യാനോ രോഗികൾക്ക് മേൽ കൊടിയ സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കാതെ ഇരിക്കുക എന്ന ഒരു ചോയ്സ് ഓപ്റ്റ് ചെയ്യുക എന്ന ഒരു ഡോക്ടറുടെ ന്യായമായിട്ടുള്ള ആവശ്യത്തെ, അവകാശത്തെ നിരാകരിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ എല്ലാവരും അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ചോയ്സിന് ഇടം കൊടുക്കാതെ സാമാന്യവൽക്കരിക്കപ്പെടുകയാണ് ഇവിടെ കാര്യങ്ങൾ. പെട്രോൾ അടിക്കുന്നെങ്കിൽ ഈ 20% എഥനോൾ കലർന്ന പെട്രോൾ അടിച്ചാൽ മതി. അതിന് നിങ്ങളുടെ വാഹനം E20 എഥനോൾ കോമ്പാറ്റബിൾ അല്ലാത്ത 2023 മുൻപ് നിർമ്മിച്ച വാഹനമാണെങ്കിൽ കൂടി എന്ന് മിനിസ്റ്റർ ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഹർദീപ് സിംഗ് പുരി പറയുന്നത് കേൾക്കുന്ന അതേ യുക്തിയിൽ തന്നെ വേണം നമ്മൾ ഈ വാർത്തകളും കേൾക്കാൻ. We have no choice, just accept what the system says. ഈ സിസ്റ്റത്തെ ചോദ്യം ചെയ്ത ആളുകൾ പേഴ്സണൽ സ്പേസിൽ അവർ ഒരു ഭയത്തെ അതിജീവിക്കുന്നെങ്കിൽ പോലും പൊതുമണ്ഡലത്തിൽ അവർക്ക് നമ്മൾ എത്ര കണ്ട് പിന്തുണ നൽകി എന്നത് സ്വയം വിമർശനത്തിന് പ്രേരകമാകുന്നുണ്ട്. നോക്കൂ, സോനം വാങ്ചുക് ബി ദ ചേഞ്ച് ദാറ്റ് യു വോണ്ട് ടു സീ ഇൻ ദ വേൾഡ് എന്നൊരാശയം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ആളുകളെ സ്വാധീനിക്കാൻ പറ്റുമെങ്കിൽ അത് അദ്ദേഹത്തിനാണ്. ലഡാക്കിലെ പരമ്പരാഗത വിദ്യാഭ്യാസത്തിന് മുന്നിൽ പകച്ചു നിന്ന കുട്ടികൾക്ക് മുൻപിൽ പ്രായോഗിക പഠനത്തിനും പ്രശ്നപരിഹാരത്തിനും ഊന്നൽ നൽകുന്ന സ്റ്റുഡൻറ് എഡ്യൂക്കേഷൻ കൾച്ചറൽ മൂവ്മെൻറ്റ് ഇൻ ലഡാക്ക് 1988 സ്ഥാപിച്ച് അവിടെ ഐസ്റ്റൂപ്പ പ്രൊജക്ട് പോലുള്ള വിദ്യാഭ്യാസ പരിഷ്കരണ സുസ്ഥിര വികസന പരിപാടികൾ ആവിഷ്കരിച്ച് ലഡാക്ക് പ്രവിശ്യയിൽ നടപ്പിലാക്കി. എന്നാൽ 2019 ലഡാക്ക് യൂണിയൻ ടെറിട്ടറി ആക്കിയതിനു ശേഷം പരിസ്ഥിതിയെയും ഭൂമിയിലെ അവകാശത്തെയും തൊഴിലിനെയും പ്രാദേശിക ഐഡന്റിറ്റിയെയും ചൊല്ലി ആശങ്കകൾ ഉയരുകയും 2025 ലഡാക്കിനെ 6th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുന്നതടക്കമുള്ള ഭരണഘടനാപരമായ സംരക്ഷണം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം സമരം തുടങ്ങിയതോടെ സോനം വാങ്ചുക് കേന്ദ്ര ഗവൺമെൻറ്റിന് അനഭിമിതനായി. അയാൾ ആൻറ്റി നാഷണൽ എന്ന മുദ്ര കുത്തപ്പെട്ട് 6 മാസം ജോധ്പൂരിലെ ഒരു ജയിലിൽ കിടന്നു. പിന്നീട് പുറത്തിറങ്ങിയ സോനം വാങ്ചുക്കാണ് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും രാജ്യത്തെ വിവാദമായ നീറ്റ് പരീക്ഷാ സംവിധാനം അടിമുടി പരിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയും
യുവാക്കളുടെ നേതൃത്വത്തിലുള്ള കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജന്തർ മന്ദറിൽ നിരാഹാര സമരം നയിക്കുന്നത്. ഓർക്കണം, സോനം വാങ്ചുക് ഒരു എഞ്ചിനീയറോ ആക്ടിവിസ്റ്റോ മാത്രമല്ല. അദ്ദേഹം പ്രായോഗിക ജീവിത നൈപുണ്യം, തൊഴിൽപരമായ കഴിവുകളും പകർന്നു നൽകുന്ന വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഒരു ബദൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ സഹസ്ഥാപകനും അവിടുത്തെ അധ്യാപകനും കൂടിയാണ്. എത്ര അധ്യാപകർ അദ്ദേഹത്തോട് ഐക്യദാർഢ്യം കാണിക്കുന്നുണ്ട്? ഇവിടെ എന്ത് കമ്മ്യൂണിറ്റി ഡ്രിവൺ എഡ്യൂക്കേഷൻ, എന്ത് ബദൽ വിദ്യാഭ്യാസം? വാട്ട് ഹിയർ മാറ്റേഴ്സ് ഈസ്. കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക. സോനം വാങ്ചുക്കിന്റെ സമരം 21 ദിവസവും 3 ആഴ്ചയും പിന്നിടുമ്പോൾ രാജ്യത്തെ സമീപകാല രാഷ്ട്രീയത്തെക്കുറിച്ച് ബോധ്യമുള്ള ചിലരെങ്കിലും അഭിപ്രായപ്പെട്ടതായി കാണുന്നു. സോനം വാങ്ചുക്, നിങ്ങൾ ഈ സമരം അവസാനിപ്പിക്കൂ. സ്വാതന്ത്ര്യ സമര പോരാട്ടകാലത്ത് നിരാഹാര സമരം നടത്തിയിരുന്ന ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാർ എത്ര കണ്ട് പരിഗണന നൽകിയോ അതൊന്നും ഒരു കാരണവശാലും ഇന്നത്തെ ഭരണാധികാരികളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. നിങ്ങൾ പട്ടിണി കടന്ന് മരിച്ചുപോയി കഴിഞ്ഞാൽ കൂടിയാൽ അത് 2 ദിവസത്തെ ഒരു വാർത്ത, അതിനപ്പുറം അതിന് ആയുസില്ല. നിങ്ങളെ ഇനിയും ഈ സമൂഹത്തിന് വേണം. നിങ്ങളെ വിശ്വസിച്ച് ജന്തർ മന്ദറിലെ നിങ്ങളുടെ സമരപ്പന്തലിൽ ഒത്തുകൂടിയിട്ടുള്ള ആ യുവാക്കൾ, അവർ ഇനിയും നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ ചെറുതല്ല. ഭരണപരാജയങ്ങൾക്കിടയിൽ അനിശ്ചിതത്വത്തിലായ ആ യുവാക്കളുടെ ഊർജത്തെ തെറ്റായ കൈകളിലെത്തി ഒരു രക്തസാക്ഷിത്വത്തിനും വിട്ടുകൊടുക്കാതെ അക്രമരാഹിത്യത്തിൻ്റെ പാതയിൽ അവരെ നയിക്കുവാനും ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം വീണ്ടെടുക്കുവാനും വാക്കിലും പ്രവൃത്തിയിലും ജനാധിപത്യം പറഞ്ഞു ഫലിപ്പിക്കുവാനും നിങ്ങൾ അവരോട് കൂടി വേണം. അത് നിങ്ങളെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. സോനം വാങ്ചുക്, നിങ്ങൾ ഈ നിരാഹാര സമരം അവസാനിപ്പിക്കണം.